എന്റെ പേര് അരവിന്ദ് എന്നാണ്. ഞാനിവിടെ UK വന്നിട്ട് 2023 ജൂൺ 19-ാം തീയതിയാണ് ഇവിടെ UK വരുന്നത്. ഞാൻ UK വന്നിട്ട് ഞാൻ ആദ്യം കസിൻ്റെ കൂടെയാണ് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറി. സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ പാർട്ട് ടൈം എടുത്തുള്ളൂ, അതുകൊണ്ട് ജോലിക്ക് കയറി. ഞാൻ ആദ്യം കയറിയ റെസ്റ്റോറൻറ്റിലാണ്. പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തു. അത് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരു 8 മാസത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്തടുത്ത് ജോലിക്ക് കയറി. ഏകദേശം ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അവിടെ ഷെഫായിട്ടാണ് വർക്ക് ചെയ്തത്. ഏകദേശം ഒരു വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ചിട്ടിയിൽ എന്നെ ചേർക്കുകയും അങ്ങനെ ചിട്ടി പൈസ കുറച്ച് പെൻഡിങ് ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ പെൻഡിങ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം കുറച്ച് നാൾ പെൻഡിങ് വന്നപ്പോഴത്തേക്കും അങ്ങനെയാണ് ഞാൻ റോയി എന്ന് പറയുന്ന ആളായിട്ട് പരിചയമാകുന്നത്. പുള്ളിയെ വിളിച്ചതുപോലെ പറഞ്ഞ് പുള്ളി മുഖാന്തരം എനിക്ക് ആ പൈസ കിട്ടുകയും ചെയ്തു. അങ്ങനെ 2025 ജൂലൈ മാസമാണ് ഞാൻ പലാസ മലബാർ എന്നുള്ള റെസ്റ്റോറൻറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ വന്നു. ആദ്യം അവരെന്നോട് ട്രയൽ അടിക്കാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി അത് ചെയ്തു കൊടുത്തു. അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു ജൂലൈ 5-ാം തീയതി തൊട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ജൂലൈ 5-ാം തീയതി അവിടെ വർക്ക് ചെയ്തു. അന്ന് തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് അന്ന് ഇവർ വന്നപ്പോൾ ഓഫർ ചെയ്തേക്കുന്നത് ഷെഫീസ തരാമെന്ന് പറഞ്ഞു. ഷെഫീസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വേണം ഗവൺമെന്റ് പുതിയ റൂള് കൊണ്ടുവന്ന് ഷെഫീസ ക്യാൻസൽ ചെയ്തു. ഷെഫീസ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു 4 പാർട്ട്നേഴ്സ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവരെല്ലാം അവിടെ തീരുമാനിച്ചു അവിടെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ വിസ എടുത്തു തരാം, അപ്പോഴത്തേക്കും കമ്പനിക്ക് ടേൺ ഓവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിസ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് പാർട്ണർഷിപ്പായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 800 പൗണ്ട് വെച്ച് എല്ലാ മാസം ഏകദേശം ഒരു 4 മാസം 5 മാസം ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വിസ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ വിസ തരാമെന്നുള്ള രീതിയിൽ ഇവരോട് കൂടി കയറി എല്ലാ മാസം 800 പൗണ്ട് വെച്ച് എനിക്ക് ആപ്പാടെ സാലറി ഇവർ പറയുന്നത് 2200 പൗണ്ടാണ്. 2200 അക്കോമഡേഷനും ഫുഡും ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 2200 പൗണ്ടിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 800 പൗണ്ടോളം ഇവർക്ക് എല്ലാ മാസം കൊടുത്തിരിക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ അക്കൗണ്ടിൽ വരുന്ന ആപ്പാടെ സാലറി 1400 പൗണ്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അതുപോലെ ലോണോ കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചിട്ടിരിക്കുന്നത്. അപ്പം 800 പൗണ്ട് വെച്ച് പിടിച്ച് ഏകദേശം ഒരു 5 മാസത്തോളം ഇവർ പിടിച്ചു. അപ്പം ഏകദേശം എനിക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്കും വിസ അടിച്ചു തരാമെന്നാണ് ഇവർ പറഞ്ഞത്. ആ കൂട്ടത്തിൽ എന്തായാലും ഫൈസല് അതുപോലെ ഇപ്പം നിലവിൽ ആ കമ്പനിയുടെ ലീസ് നിൽക്കുന്ന ഫൈസലിന്റെ പേരിലാണ്. അതുപോലെ തന്നെ മാത്യു പുള്ളിയുടെ പേരിൽ ഒരു എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളിയാണ് ഇതിനകത്ത് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ മറ്റുള്ള ഒരാളുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് പുള്ളിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഊബറിൽ വരുന്ന ക്യാഷ് അതുപോലെ തന്നെ അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് മാത്യു ആണ്. ഇവരെല്ലാം അവിടെ പറഞ്ഞിട്ട് എനിക്ക് 800 പൗണ്ട് വെച്ച് എന്റെ അക്കൗണ്ടിൽ നിന്ന് സാലറിയിൽ നിന്ന് പിടിച്ചിട്ട് വിസ തരാന്ന് പറഞ്ഞ് ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും വിസ അടിക്കാന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ ഡിസംബർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ കമ്പനി ഓൾറെഡി ആദ്യം അതായത് ഇപ്പം നമുക്കൊരു കമ്പനിയിൽ വിസ അടിക്കണമെങ്കിൽ ഒരു 80,000 പൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേൺ ഓവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വാറ്റ് അടയ്ക്കണം. വാറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലീഗലി അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഗവൺമെന്റ് അടയ്ക്കേണ്ട കാര്യമാണ്. ഇവർ 80,000 പൗണ്ട് ആകുമ്പോഴത്തേക്ക് ഇവർ കമ്പനി ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കമ്പനി 1,60,000 ആകുമ്പോഴത്തേക്ക് ഇവർ അടുത്ത കമ്പനി ക്ലോസ് ചെയ്തു. അങ്ങനെ ഈ കമ്പനി 3 കോടി ആയപ്പോഴത്തേക്ക് 3 കോടിയുടെ ബിസിനസ് നടന്നപ്പോഴത്തേക്ക് ഇവർ പിന്നെയും കമ്പനി ക്ലോസ് ചെയ്ത് ഇവർ ഓൾറെഡി വാറ്റ് അടയ്ക്കാതെ ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടിരുന്നത്. അതെനിക്കറിയത്തില്ലായിരുന്നു. അവസാനം ഡിസംബർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു ഇനി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് 40,000 പൗണ്ട് ഷോമണി കാണിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നിലവിൽ ഈ കമ്പനിക്ക് ലീസോ എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്ക് ഈ സബ് ലീസിലാണ് ഇവർ ഓടിക്കൊണ്ടത്. നേരത്തെ ഒരു പിസ്സ ഷോപ്പ് ആയിരുന്നു. ആ പിസ്സ ഷോപ്പിന് നേരെ 5,000 പൗണ്ട് കൊടുത്ത് ബാക്കി എമൗണ്ട് ഇത്ര ഒരു വർഷത്തിനകം തരാമെന്ന് പറഞ്ഞാണ് ഇവർ എഗ്രിമെന്റ് തുടങ്ങിയത്. അങ്ങനെ ഒരു വർഷത്തെ എഗ്രിമെന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഇവർ വരികയും ഇവർ വന്നിട്ട് ഇതുപോലെ പ്രശ്നമാക്കി ഇവർ നമ്മുടെ കട പൂട്ടുകയും ഞാനും ഒരു ലേഡി സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഓണേഴ്സ് അതായത് ലീസ് ഓണേഴ്സ് ഇവിടെ വരികയും അവരിവിടെ വന്നിട്ട് പ്രശ്നമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം കട പൂട്ടിയിടുകയും 2 ദിവസത്തേക്ക് കട തുറക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ ലേഡി സ്റ്റാഫും കടയ്ക്ക് വെളിയിറങ്ങി. അങ്ങനെയാണ് നമുക്കറിയാൻ പറ്റിയത് ലീസ് ഇല്ലെന്ന് അറിയാൻ പറ്റിയത്. അങ്ങനെ ഇവരെ വിളിച്ച് സംസാരിച്ച് ഇവർക്ക് 4 പാർട്ട്നേഴ്സാണ് ഇതിന്റെ ടോട്ടലുള്ളത്. അതിനകത്ത് 2 പാർട്ട്നേഴ്സിന്റെ 20,000 പൗണ്ട് വെച്ച് മേടിക്കുകയും അങ്ങനെ 20,000 പൗണ്ട് വെച്ച് ഇവര് മൊത്തം 4 പാർട്ട്നേഴ്സാണ് ഉള്ളത്. ആ 4 പാർട്ട്നേഴ്സിന്റെ അകത്ത് ഈ 2 പേർ അതായത് ഇവർ 2 പേര് പഴയ ഉള്ളവരാണ്. അതായത് മാത്യുവും അതുപോലെ മാത്യുസ് കറിയ അതുപോലെ തന്നെ ഫൈസൽ സലീം ഇവര് പഴയ ആൾക്കാരാണ്. ഇവരാണ് ഈ പിസ്സ ഷോപ്പുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഷാജു ആന്റണി എന്ന് പറഞ്ഞ ആളും അതുപോലെ സിബി എന്ന് പറഞ്ഞ ആൾ ഇവരെ 20,000 പൗണ്ട് മേടിച്ചിട്ട് കമ്പനി നല്ല പ്രോഫിറ്റിലാണ് ഇങ്ങനെ മേടിച്ച് 20,000 പൗണ്ട് വെച്ച് മേടിച്ച് കമ്പനിയുടെ റീഫർബിഷിന് വേണ്ടിയാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞ് ഇവരെ പൈസ മേടിച്ചു. അങ്ങനെ വന്ന് ഇവരെ പൈസ മേടിക്കുകയും അത് നടക്കാതെ ഈ കട പൂട്ടിയ സമയത്ത് ഇവരുടെ പൈസ എടുത്ത് ഇവര് ലീസ് എടുക്കുകയും ചെയ്തു.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അക്കൗണ്ടിലൊന്നും പൈസ ഇല്ലാതെ ഇങ്ങനെ ടാലി ആയിക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കമ്പനി 3 കോടി ആയപ്പോഴത്തേക്കും ക്ലോസ് ചെയ്തത്. 40,000 പൗണ്ട് വെച്ച് ഇവർ ഇന്ന് മേടിക്കുകയും അതിന്റെ പേരിൽ ഇവര് ലീസ് എഗ്രിമെന്റ് എഴുതാന്ന് പറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവര് വരികയും ഇവർക്ക് 40,000 കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും കമ്പനിയുടെ അക്കൗണ്ടിൽ പൈസയില്ല, ഒന്നുമില്ല. അപ്പൊ എന്റെ വിസയുടെ കാര്യം ഞാൻ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഇതിന്റെ അകത്ത് 40,000 പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വിസ എടുക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഞാൻ വേറൊരാളോട് ഇങ്ങനെ നമുക്കറിയണം, നമ്മുടെ ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ആൾക്കാരോട് ചോദിച്ചു ഇങ്ങനെ വിസ എടുക്കുന്നതിന്റെ കേസ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരു കമ്പനി റണ്ണിങ് ആയി കഴിഞ്ഞാൽ, അതായത് വാറ്റ് അടച്ച് പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് റണ്ണിങ് ബിസിനസ് മതി, റണ്ണിങ് ഉണ്ടെങ്കിൽ അവിടുന്ന് വിസ എടുക്കാൻ പറ്റും. പക്ഷെ ഇവർ വാറ്റ് അടയ്ക്കാത്തോളം സമയം ഈ കമ്പനിക്ക് വിസ എടുക്കാൻ പറ്റില്ല, ലൈസൻസും ഇല്ല. അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇവരോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുതിയൊരു കമ്പനി രൂപീകരിച്ചത്. അത് ഇന്നയാളെ ഷാജു ആന്റണിയുടെ പേരിൽ ഇതുപോലെ ഒരു കമ്പനി രൂപീകരിച്ചു. അപ്പൊ പുള്ളി ഒരു ആശയം വെച്ചു, ഇപ്പം ഈ കമ്പനി തുടങ്ങിയിട്ട്, ഈ പലാസ മലബാർ എന്നുള്ള സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 18 മാസമായി. 18 മാസത്തിനിടയ്ക്ക് ഒരു മാസം പോലും, ഞാൻ ഇവിടെ വന്നിട്ട് 11 മാസമായി. ഈ 11 മാസത്തിനിടയ്ക്ക് എനിക്കറിയാവുന്ന കേസ് 11 മാസത്തിനിടയ്ക്ക് 11 മാസമായിട്ട് ഇവിടെ വരുന്ന ഊബറിന്റെ കണക്കുകളോ അതുപോലെ തന്നെ ഇവിടെ വരുന്ന ടേക്ക് അവേ അല്ലെങ്കിൽ ഡൈനിങ് വരുന്ന ഇവിടെ അക്കൗണ്ടിൽ വരുന്ന ക്യാഷുകളെ കുറിച്ച് ഒരിടപാട് കാര്യങ്ങളും ഈ 4 പാർട്ട്നേഴ്സായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഇത് ഞാനിപ്പോൾ ഇത്ര ഇതായിട്ട് പറയാൻ കാരണം ഇവർ എന്തെങ്കിലും ഇരിക്കുമ്പോഴും കാര്യങ്ങൾ സംസാരിക്കുക എന്നെയും കൂടെ ഉൾപ്പെടുത്തി, അന്ന് ഞാൻ പാർട്ണർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരുടെ ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവ് ഒന്നുമല്ല, എന്നെ ആഡ് ചെയ്തിട്ടുമില്ല. പക്ഷെ എന്നാലും ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നോടും കൂടെ പറയും ഇങ്ങനെയാണ് സംഭവം, കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഇതിൻ്റെ അകത്തുനിന്ന് ഇവർ രണ്ടുപേരും ഇതിൻ്റെ അകത്തുനിന്ന് നല്ല രീതിയിൽ പൈസ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് 1 രൂപ പോലും ബാലൻസ് ചെയ്യാത്തത്. ഇതിനകത്ത് 1 രൂപ പോലും ബാലൻസ് ചെയ്യാത്ത കാരണം ഇപ്പൊ ഫൈസൽ എന്ന് പറയുന്ന ആളും മാത്യു എന്ന് പറയുന്ന ആളുടെ പേര് ഒരു ലീസിലോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരിലോ ഒരു കാര്യത്തിലും ഇല്ല. പുള്ളി പുറകെ നിന്ന് ഇങ്ങനെ കളിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് ഇപ്പം കമ്പനി ഓൾറെഡി ഇന്ന് ടേസ്റ്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സമയത്ത് ഷാജു എന്ന് പറയുന്ന ആൾ പറഞ്ഞു ഇനി കണക്ക് അവതരിപ്പിച്ചിട്ട് മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഫൈസൽ എന്ന് പറയുന്ന ആൾ പറഞ്ഞു ആ കണക്ക് അവതരിപ്പിച്ചു, മൊത്തം കണക്കും ഈ ആൾക്കാർ എവിടെ നിന്ന് 1 മണിക്കൂറോ അല്ല 1 സെക്കൻഡ് നിന്ന കണക്കുകൾ മൊത്തം കാണിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് തന്നെ ഈ ടേസ്റ്റ് ഓഫ് ഇന്ത്യ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ 100, 110, 50, 60 ഒത്തിരി കണക്കുകളിലെ ഓർഡർ, അതായത് ബിരിയാണി ഇന്ന സാധനങ്ങളെല്ലാം കൊടുത്തതിന്റെ ഒരു പൈസ പോലും ഈ കമ്പനിയിലോട്ട് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് ചെയ്തു കൊടുത്ത ഞാനാണ്, അല്ലേ ഞാൻ ഇതുപോലെ പറയത്തില്ല. എനിക്ക് ഇതിനകത്ത് ഒരു വലിയൊരു തരുവൊന്നും ചെയ്തിട്ടില്ല. അന്ന് തൊട്ട് ഏകദേശം ഒരു നവംബർ തൊട്ട് എന്റെ സാലറി പെൻഡിങ് ആണ്. ഇവർ തരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. നവംബർ തൊട്ട് പെൻഡിങ് നിൽക്കുമ്പോഴത്തേക്കും 500 പൗണ്ട് 600 പൗണ്ട് അങ്ങനെ വയ്ക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് അവർ ഒരു ഫിഷ് ഷോപ്പ് തുടങ്ങിയത്, പുതിയ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ മാസം ഒരു ഫിഷ് ഷോപ്പ് തുടങ്ങിയത്. ആ ഫിഷ് ഷോപ്പ് തുടങ്ങിയപ്പോഴത്തേക്കും ഈ പലാസ മലബാറിന്റെ ഇതിനകത്തുള്ള ഒരു 3 പേര് അതിൻ്റെ അകത്ത് ഓൾറെഡി മെമ്പേഴ്സാണ്, ബാക്കി 2 പേര് വെളിയിലുള്ളവരാണ്. അങ്ങനെ ഇവിടുന്ന് പൈസ എടുത്ത് അങ്ങോട്ട് ചെയ്യുന്നു, ഇവിടുന്ന് പൈസ എടുത്ത് ഇങ്ങോട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവിടെ നിരവധി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് എടുത്ത് ചെയ്യുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കമ്പനിയിൽ ആൾക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ലാതാവുകയും ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എന്റെ പൈസ പിന്നെ എനിക്ക് വീട്ടിൽ അയക്കണം അല്ലെങ്കിൽ എന്റെ എഡ്യൂക്കേഷൻ ലോൺ കാര്യങ്ങളൊക്കെ അയക്കണമെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. ഇവർ പറഞ്ഞു എല്ലാം സെറ്റാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന് അവസാനം എനിക്ക് ഏകദേശം ഒരു 5,500 പൗണ്ടോളം പെൻഡിങ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇവർ ആകപ്പാടെ തന്നേക്കുന്ന പൈസ 500 പൗണ്ടാണ് തന്നേക്കുന്നത്. ബാക്കി ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരോടും ചോദിക്കുക, എന്നോട് മാത്രമല്ല ചോദിക്കുന്നതാണ് ഫൈസൽ പറയുന്നത്. കാരണം ഓൾറെഡി ലീസ് എഗ്രിമെന്റ് മൊത്തം കിടക്കുന്ന ഫൈസലിന്റെ പേരിലാണ്. ഈ പറയുന്ന ഷാജു എന്ന് പറയുന്ന ആൾ നാട്ടിൽ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പുള്ളി വെക്കേഷനിൽ നാട്ടിൽ പോയി. അത് സിബി എന്ന് പറയുന്ന ആൾ ഇവിടെ വരികയില്ല, മാത്യു എന്ന് പറയുന്ന ആൾ ഈ പ്രശ്നം ശേഷം ഇവിടെ വരികയും ചെയ്യുന്നില്ല. ഇവരെല്ലാവരും കൂടെ പൈസ അങ്ങോട്ടും തിരിച്ച് ഞാൻ ശമ്പളം ചോദിച്ചപ്പോഴത്തേക്കും ഇവർ പറയുന്നത് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഇന്നത്തെ ദിവസം ഞാൻ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കും പുതിയൊരാളെ കൊണ്ടുവന്ന്, അതായത് കടയുടെ ഫ്രണ്ട് തുറക്കാതെ ബാക്കിൽ കൂടെ കയറ്റിയിട്ട് പുതിയ ഒരു ഷെഫിനെ കൊണ്ട്, ഷെഫെന്ന് ഞാൻ പറയുന്നില്ല, പുള്ളി എനിക്ക് അറിയത്തുമില്ല, പേഴ്സണലി പരിചയമില്ല, പുള്ളി അവിടെ കൊണ്ടുവന്നിട്ട് പുള്ളിയെ അവിടെ ജോലി ചെയ്യിപ്പിച്ച് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് നീ പൈസ ചോദിച്ചതിന്റെ ഇങ്ങനെയാണ്, പൈസ ചോദിച്ചാൽ നിനക്ക് ജോലി തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം, അതായത് ഒരു 2 ദിവസം മുമ്പ് ആൾക്കാർ വിളിച്ച് ഓർഡർ ചെയ്തതാണ്. ഒരു ജസ്റ്റ് ഒരു 25 ബിരിയാണി 10 ബിരിയാണി 15 ബിരിയാണി അങ്ങനത്തെ ഓർഡർ ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി എന്നോട് പറയുകയും ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്കിത് കറക്റ്റ് സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഇതുപോലെ പ്രശ്നത്തിന്റെ പേരിൽ വേറൊരാളെ കൊണ്ടുവന്നിട്ട് കട തുറക്കാതെ എന്ന് പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് 23 23-ാം തീയതി ഇന്ന് കൊടുക്കേണ്ടത് ശനിയാഴ്ച ഇന്ന് വൈകുന്നേരം കൊടുക്കേണ്ട ഓർഡറാണ്. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചെയ്യാം എന്ന് പറഞ്ഞ് എല്ലാ രാവിലെ മേടിക്കുന്ന സാധനങ്ങളെല്ലാം ലിസ്റ്റ് എല്ലാം കൊടുത്തു വന്നപ്പോഴത്തേക്കാണ് രാവിലെ ആയപ്പോഴത്തേക്കും ഇവിടുന്ന് ഒരാളെ കൊണ്ടുവന്ന് കടയുടെ ബാക്കിൽ കൂടെ കയറ്റി ചെയ്യുന്നത്. കാരണം നമ്മൾ വിശ്വാസം ഇല്ലാത്തോ എന്തോന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഇത്രയും ചെയ്ത് ഇന്നലെ, അതായത് 22-ാം തീയതി വരെ നമ്മൾ ജോലി ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് പൈസ ചോദിച്ചെന്നുള്ള പേരിൽ ഏകദേശം ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കും, അതായത് 31-ാം തീയതി ആകുമ്പോഴത്തേക്കും എനിക്ക് ഏകദേശം ഒരു 5,500 പൗണ്ടോളം വരും.
അത് ചോദിക്കുന്നതുകൊണ്ട് എന്നെ മാറ്റിയിട്ട്, അതായത് ഞാൻ ചെന്നപ്പോഴത്തേക്കും ബാക്കിൽ കൂടെ ആളെ കയറ്റി, ഞാൻ രാവിലെ കട തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ബാക്കിൽ കൂടെ ആളെ കയറ്റിയിട്ട് അങ്ങനെ ബാക്കിൽ കൂടെ ആളെ കയറ്റിയിട്ട് അവിടെ ചെയ്യും. ഞാൻ രാവിലെ ഷട്ടർ തുറന്ന് കട തുറക്കാൻ പോയപ്പോഴത്തേക്കും ആൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഓൺ ദ സ്പോട്ടിൽ ഫൈസലിനെ വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തു. ഫൈസലിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് ഇതൊരു മോശം പരിപാടിയായി പോയി. എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് എന്നോട് ഒരു കാര്യം പറയാതെ, അതായത് ഞാൻ അവിടെ ഇത്രയും നാളും വർക്ക് ചെയ്ത് 10 മാസം അല്ല 11 മാസമായിട്ട് ഞാൻ ഷെഫായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്നോട് പോലും ചോദിക്കാതെ ഒരാളെ വിളിച്ച് അവിടെ ചെയ്യിക്കണമെങ്കിൽ അപ്പൊ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് എന്റെ ഇഷ്ടമല്ലേ, എന്റെ കടയല്ലേ, എന്റെ ഷോപ്പല്ലേ, ഞാനാണ് ചെയ്യേണ്ടത്, അല്ല നീ അവിടുത്തെ സ്റ്റാഫാണ് എന്ന് പറഞ്ഞ് ചെയ്ത് ഫൈസല് ഞാൻ പറഞ്ഞു അന്ന് അങ്ങനെയാണെങ്കിൽ കട തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് പൈസ ഇത്രയും തരാനുണ്ട്, പിന്നെ നിങ്ങൾ കുറെ കൂടെ അടക്കി എന്തിനാണ് കട തുറക്കുന്നത്? ഫൈസൽ വന്ന് കട കൂട്ടുകയും ഷട്ടർ ഇടുകയും പുതിയൊരു ലോക്ക് വെച്ച് ഫൈസൽ ഷട്ടർ അടയ്ക്കുകയും ചെയ്തു. ഫൈസൽ അടച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇനി തുറക്കുന്നില്ല. എന്നിട്ട് അപ്പുറത്തെ കടകളിലെല്ലാം ചെന്ന് പറഞ്ഞേക്കുന്ന അരവിന്ദ് വന്ന് കട പൂട്ടി എന്നാണ് ഫൈസൽ പറഞ്ഞു നടക്കുന്നത്. ഇതിനകത്ത് എനിക്കറിയേണ്ട ആവശ്യമില്ല, എനിക്ക് തരാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് ഫൈസലിനോട് ഞാൻ സംസാരിച്ചത്. അതിന് ഫൈസലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ ഫൈസലിന്റെ ബന്ധുക്കളും ഫൈസലിന്റെ അളിയനും ഒക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കുറെ വീഡിയോ കണ്ടു ഈ പലാസ മലബാറിന്റെ പേര് കുറെ വിഷയം. കാരണം അത് എനിക്കൂടെ അറിയാവുന്ന കേസുകളാണ്. അവിടെ അവർ എഗ്രിമെന്റ് എഴുതുന്ന കേസുകളും കാര്യങ്ങളും. കാരണം ഞാൻ കട തുറക്കാൻ നേരപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒരു ചായ ഇടാൻ പോയപ്പോഴത്തേക്കോ എന്നോട് അവിടെ പിടിച്ചിരുത്തി, അല്ലെങ്കിൽ പിടിച്ചാണോ ഞാൻ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കേട്ട കാര്യമാണ് ഫൈസൽ എഗ്രി ചെയ്യുന്നത്. എൻ്റെ അത് ഫൈസൽ പാവത്താരെ പോലൊക്കെ ഇരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇപ്പം സംശയം ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ മണ്ടേ താമസിക്കുന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ മതി എന്തോ ഇതൊന്നും അവർക്ക് കൊടുക്കാണ്ട് പെൻഡിങ്. അവിടെ നിന്ന് സ്റ്റാഫിനെല്ലാം 700 800 ഏകദേശം പലാസ മലബാറിൽ എനിക്ക് ഉൾപ്പെടെ ഏകദേശം തരാനുള്ള 8500 പൗണ്ടാണ് അവിടെ തരാനുള്ള പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പൈസ. അത് ചോദിക്കുമ്പോഴത്തേക്ക് ഫൈസൽ പറഞ്ഞ് എനിക്കറിയത്തില്ല, പഴയ ആൾക്കാരോട് ചോദിക്കണം. ഇവരെല്ലാവരോടും ഒന്നിച്ചു തുടങ്ങിയ സ്ഥാപനത്തിൽ നമ്മളിപ്പോൾ എന്നെ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരോട് ലീഗലി പോകുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് ഇവർക്ക് പേ സ്ലിപ്പും ഇല്ല. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ, ഇവിടെ പേ സ്ലിപ്പ് എന്ന് പറയുന്ന സാധനം ഇവർ അടിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവരോട് പേ സ്ലിപ്പിന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അടിക്കാനോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ പേ സ്ലിപ്പ് അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ എന്നെ ചേർത്ത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഡിവിഡന്റ് ആയിട്ട് കാണിക്കാം എന്ന് പറഞ്ഞാൽ പാർട്ണറായിട്ട് കയറ്റിയിട്ട് നിനക്ക് ഒരു പ്രശ്നം വരത്തില്ല, ഡിവിഡന്റ് ആയിട്ട് കാണിക്കാം, വിസ അങ്ങനെ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇവിടെ നിൽക്കുന്ന പല സ്റ്റാഫുകളുണ്ട്, എനിക്കറിയാം, ഞാനായിട്ട് തന്നെ വിളിച്ച ഒത്തിരി സ്റ്റാഫുകളുണ്ട്. അവർക്ക് ഏകദേശം 700 പൗണ്ട് പെൻഡിങ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത്. ഇവരെല്ലാം വന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് കട വിക്കട്ടെ അല്ലെങ്കിൽ കച്ചവടം വരാത്തതിന്റെ മെയിൻ കാരണം ഇവർ തന്നെയാണ്. ഇവർ ചെയ്യേണ്ട ഒരു പ്രോപ്പറായിട്ടുള്ള റെസ്റ്റോറന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവർ ചെയ്യാതെ ഇവർ മൊത്തം ഫ്രോഡ് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറന്റ് മുന്നോട്ട് പോകത്തില്ല. പിന്നെ നിലവിൽ ഇവിടെ കൊടുക്കുന്ന ഫുഡിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും എന്നെ കുറ്റം പറയാം. ഇപ്പൊ ഞാനല്ലേ ഷെഫ്, അല്ലെങ്കിൽ നിനക്ക് ഒരു പറയാം. കാരണം ഇവരെന്നെ ത്രിട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ വെച്ചാൽ ഇത് കൊടുക്കുക ഇങ്ങനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഫൈസലും മാത്തി ഉൾപ്പെടെ എന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം. ഇവർ പറഞ്ഞ് ഇവരുടെ രീതി ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവരെന്നെ ഇങ്ങനെ ആക്കുന്നു. ഞാനിതിനകത്തൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ സ്ഥാപനം ഇവർ പറയുന്ന പോലെ ചെയ്യണം, ഇല്ലെങ്കിൽ ശമ്പളം തരത്തില്ല എന്ന് പറഞ്ഞ് മാനസികമായിട്ട് തൃട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര്. കാരണം ഇതിനകത്ത് ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് ഇതിന്റെ താഴെ വന്നിട്ട് കുറെ പേര് കമന്റ് ഇടുമായിരിക്കും. അതിനകത്ത് ഫൈസലിന്റെ ബന്ധുക്കളും ഒക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഓൾറെഡി ഞാനൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ മുമ്പേ പറഞ്ഞല്ലോ, ഒരു വീഡിയോ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഫൈസലിന്റെ ബന്ധു അളിയൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇന്ന പോലെ ഇടുന്നു, മനുഷ്യത്വമില്ലാതെ ഇങ്ങനെ റെസ്റ്റോറന്റ് ഇങ്ങനെ ആക്കിയതൊക്കെ പറയാം. അതൊന്നുമല്ല സംഭവം. ഇത് ഇവരായിട്ട് തന്നെ വരുത്തി വെച്ച കാര്യങ്ങൾക്ക് ഇവരായിട്ട് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് ഒരു രീതിയിലുള്ള നല്ല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല. അതായത് ആൾക്കാരെ എങ്ങനെ പറ്റിച്ച് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ അതാണ് ഇവർ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള നല്ല കാര്യങ്ങളോ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എങ്ങനെ മോശം ഫുഡ് കൊടുക്കുക ഇവരുടെ പറയുന്ന രീതിയിൽ. ഇത്രയും നാളെ ഞാൻ ബിരിയാണി കഴിക്കുമ്പോൾ നല്ല രീതി ചെയ്തുകൊണ്ടിരുന്നത് ഇവർ പറയുന്ന ഇവരുടെ രീതി ഞാൻ ബിരിയാണി ചെയ്യുന്നു, അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാകത്തില്ല. ഇപ്പം ഇന്ന് ഈ വിഷയം നടന്നപ്പോഴത്തേക്കും ഇന്ന് 23-ാം തീയതി എന്നോട് പറഞ്ഞ കേസ് അരവിന്ദ് ഇന്ന് കൊടുത്ത ബിരിയാണിക്കകത്ത് 3 പേർക്ക് ബിരിയാണി കൊടുത്തതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ ബിരിയാണി ആണെങ്കിൽ ഇന്ന് വേണ്ട എന്ന് പറഞ്ഞു. ഈ ഫൈസൽ എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടാണ് ഒരു ബിരിയാണി വെക്കുമ്പോഴത്തേക്ക് അവര് സെപ്പറേറ്റ് ആയാലും വെക്കും, റൈസും ചിക്കനും സെപ്പറേറ്റ് ഇങ്ങനെ വെച്ചാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. അത് ഫൈസലിന് പറയുന്ന പ്രകാരം ഞാൻ വെച്ച് കൊടുത്തോണ്ടിരിക്കുന്നത്. കാരണം ഇവനാണ് ഈ റെസ്റ്റോറന്റ് ഇങ്ങനെ നശിപ്പിച്ചല്ല ആക്കിയത്. ഇങ്ങനെയാണ് ഇപ്പൊ ഇവൻ എന്റെ പേര് കൊടുക്കാം, ഫൈസലിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേസ് കൊടുക്കും, അല്ലെങ്കിൽ എന്ത് വേണം ചെയ്യാം. ഇപ്പം എനിക്കിപ്പം എന്ത് ഇതിനകത്ത് പറയാൻ എന്റെ ഇത്രയും രൂപ ഒരു 4800 പൗണ്ടോളം പെൻഡിങ് കിടക്കുകയാണ്. എന്റെ സാലറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്നോട് പറയാൻ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം ഇനിയെങ്കിലും ആൾക്കാർ നോക്കുക. കാരണം വെച്ചാൽ ഇതിന്റെ അകത്ത് നടക്കുന്ന മൊത്തം പറ്റീരാണ്. കാരണം വെച്ചാൽ എനിക്കിപ്പോ ഈ ജോലി അല്ലെങ്കിൽ ഞാൻ വേറെ ജോലി നോക്കും. ഓക്കെ, എനിക്ക് ഇവിടെ നിൽക്കണം എന്നുള്ള എനിക്കതുണ്ടെങ്കിൽ ഞാൻ അടുത്ത ജോലി നോക്കിയിരിക്കും. കാരണം എന്നെ പറ്റിച്ച് ഇപ്പൊ നാളെ വേറൊരാൾ ഇതിനകത്ത് വന്ന് പെടലെന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്ന ഈ 2 പേരാണ്, മാത്യു ഫൈസലും. ബാക്കി 2 പേര് പാർട്ട്നേഴ്സാണ്. അവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. അവർ ഈ കാര്യങ്ങൾ നോക്കണം. അല്ലെങ്കിൽ ഇപ്പം 2 പേരെ മാത്രം കുറ്റപ്പെടുത്തി പറയാമെന്ന് കരുതും. 4 പേര് ഇതിന്റെ അകത്ത് ഉത്തരവാദികളാണ്. അതിന്റെ അകത്ത് മെയിനായിട്ട് ഈ 2 പേരാണ് ഇതിനകത്ത് കിടന്ന് കാണിക്കുന്ന മൊത്തം. അതിനകത്ത് എനിക്ക് മാത്യുവിന്റെ അഡ്രസ്സും അറിയാം, ഫൈസൽ താമസിക്കുന്ന അറിയാം. ഫൈസൽ എന്റെ റൂമിന് തൊട്ടടുത്താണ് ആള് താമസിക്കുന്നത്.
ആളിങ്ങനെ എന്റെ അടുത്ത് കിടന്നിട്ട് എനിക്ക് വേണ്ടി ഇത്രയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പൈസയുടെ കയ്യിൽ പുള്ളി ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല 2500 പൗണ്ട് അരവിന്ദ് ഒഴിവാക്കാൻ. ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങണം. ഞാൻ ഓൾറെഡി കമ്പനി അക്കോമഡേഷനിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്നോട് 2500 പൗണ്ട് അരവിന്ദ് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, മോറലി അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഫൈസൽ എന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ആളുണ്ട്, ഞാൻ സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാണ് ഫൈസൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം നിങ്ങളിപ്പം വന്ന് ഇപ്പൊ വീഡിയോ കാണുന്നവർ വന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ ചെയ്ത ഫുഡ് മോശം. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഫുഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ ഞാൻ ആരും പറ്റിച്ച ഒരു കാര്യം ചെയ്തിട്ടുമില്ല. പക്ഷെ ഇവര് പറയുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പം നിനക്ക് ചോദിക്കാം, ഞാനിപ്പോ ചെയ്യുന്നത് ഇപ്പൊ തെറ്റാല, നിനക്കൊരു സ്വന്തമായിട്ട് തീരുമാനമില്ല മറ്റൊരു. ഇപ്പൊ നമ്മളെ മാനസികമായിട്ട് ത്രിട്ടൺ ചെയ്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് മറുപടി ഒന്നും പറയില്ല. ഇവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എത്ര ഫുഡ് ക്വാളിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൊടുക്കാൻ ഇവർ നോക്കുന്നില്ല. എങ്ങനെ ഇവർക്ക് ലാഭം ഉണ്ടാക്കാം അതാണ് ഇവർ നോക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആ റെസ്റ്റോറന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ അവസ്ഥ എന്തുവാന്ന്. ഒരു ആ റെസ്റ്റോറന്റിലോട്ട് ആരും കയറത്തില്ല, അതുപോലെ ഇവ നശിപ്പിച്ചിട്ടേക്കുവാണ് റെസ്റ്റോറന്റ്. നിങ്ങൾ ആലോചിക്കാറ്, ഒരാൾ ഇപ്പം UK വരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മള് സ്റ്റുഡന്റ് ആയിട്ട് വന്ന് ഇത്രയും നാളായിട്ട് ഇവിടെ നിന്നു. നമ്മള് നമ്മുടെ വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല. ഞാനൊരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 10-14 വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കണം. നമ്മളിവിടെ ഒരു ഇത്ര അധ്വാനിച്ച കാശ് നമുക്ക് തരാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ലോണും കാര്യങ്ങളും ഉള്ളതാണ്. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കിട്ടും നമുക്ക് ആപ്പാടെ 2200 പൗണ്ടാണ് ഇവർ തരുന്നത്. ഈ 2200 പൗണ്ടിൽ ഓൾറെഡി ഷെയർ എന്ന് പറഞ്ഞ സാധനങ്ങൾ എടുക്കുന്നു, സാലറി പ്രോപ്പറായിട്ട് തരാതിരിക്കുന്നു. ഇത് വരുമ്പോഴത്തേക്കും ആലോചിച്ചേക്കും 1 രൂപ പോലും ഇല്ല. ഇന്ന് എന്റെ കിടക്കുന്ന ആപ്പാടെ 200 പൗണ്ടാണ്. 200 പൗണ്ട് കൊണ്ട് ഇപ്പൊ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി ഒരാളെ കൊണ്ടുവന്ന് 200 പൗണ്ട് ഞാൻ അടുത്ത ജോലി കിട്ടുന്നതിന്റെ അവിടെ ഞാൻ ഇനി നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം ഇവന്റെ സാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഒരു സ്ഥാപനത്തിലെ ആൾക്കാർക്കൊന്നും ജോലിയില്ല. നിരവധി ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ട് റെസ്റ്റോറന്റ് ആണ്, ക്ലീനിങ്ങിനാണേലും എന്തിനാണെന്ന് പറഞ്ഞാൽ അസിസ്റ്റ് ചെയ്യാനാണ് ആൾക്കാരുണ്ടായിരുന്നത്. ഇതല്ല ഇവൻ തന്നെയാണ് നശിപ്പിച്ചതല്ല. നിങ്ങളായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ആപ്പാടെ മെന്റലി സ്ട്രെസ് ആയി നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിലവില് ഈ ജോലി ചെയ്യുന്ന സമയത്തിടയ്ക്ക് എനിക്ക് ജസ്റ്റ് ഒരു മസിൽ പെയിൻ വന്ന് എന്റെ ഇവിടെ നീരൊക്കെ ആയി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്ത് അപ്പൊ എന്തെങ്കിലും അസുഖമാണെന്ന് പറയാനായിട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മസിൽ പെയിൻ ആണ് കയറിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓവർ സ്ട്രെയിൻ കൊടുത്ത് വർക്ക് ചെയ്യുന്നു. കാരണം ആ റെസ്റ്റോറന്റ് ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡൈനിങ് കൊടുക്കുന്നു, വാഷ് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു സ്റ്റാഫിനെ പോലും ഇട്ടിരുന്നില്ല. ആ അവിടെ സ്റ്റാഫിന് ഇട്ടിരുന്നത് 5 മണിക്ക് ശേഷമാണ്. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴെല്ലാം ഇവർക്ക് ബിസിനസ് നടന്നാൽ മതി. 500 പൗണ്ടെങ്കിൽ 500 ഉണ്ട്, 300 പൗണ്ടെങ്കിൽ 300 ഉണ്ട്. എനിക്ക് ആ പടം കിട്ടുന്ന ഒരു 74 പൗണ്ടെങ്കിൽ 80 പൗണ്ടായിരിക്കും എനിക്ക് ഒരു ദിവസം കിട്ടുന്നത്. ഇതിനുവേണ്ടി ഞാൻ ഇത്രയും പണി ചെയ്തിട്ട് എനിക്ക് അതുപോലും തരാൻ ഇവർക്ക് മനസ്സില്ല. കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇത്രയും ചെയ്തിട്ടും എനിക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ ഇത്ര സ്ട്രെസ് അല്ലെങ്കിൽ ഞാനിത് മെന്റലി എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പം ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ പുറത്ത് വന്ന് ഞാനിപ്പോ പറഞ്ഞു ഇപ്പൊ കള്ളനാണ് അല്ലെങ്കിൽ നിങ്ങൾ കള്ളത്തരാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്നാ എനിക്ക് ഏകദേശം ഒരു 10-12 സ്റ്റാഫ് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 12 സ്റ്റാഫിനെ വിളിച്ചു ചോദിച്ചു വേണമെങ്കിൽ ഒരാൾ പോലും ഞാൻ ഇത് ചെയ്തിട്ടില്ല, എന്റെ പേര് അരവിന്ദ് ഇങ്ങനെ ചെയ്തിട്ടില്ല, അരവിന്ദേട്ടൻ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ഒരാൾ പോലും പറയത്തില്ല. കാരണം വെച്ചാൽ ഇവരെല്ലാം എന്റെ കൂടെ വർക്ക് ചെയ്തത്, ഞാൻ ചെയ്യുന്ന പണികളെല്ലാം ഇവർ കാണുന്നതാണ്. കാരണം മാനസികമായിട്ടുള്ള ടോർച്ചറിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഈ മെയിൻ 2 പേരാണ് ഇതിനകത്ത് മെയിനായിട്ട് പ്രശ്നം.